നമ്മുടെ മണ്ണിലില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ചെടികൾക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒന്നാണ് രാസവളങ്ങൾ. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള മൂലകം പൊട്ടാസ്യമാണ്. പക്ഷെ നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം വളരെ കുറവാണ്. അപ്പോൾ ആ മൂലകം കിട്ടണമെങ്കിൽ നമ്മൾ രാസവളങ്ങളിൽ കൂടെ തന്നെ അത് കൊടുക്കേണ്ടി വരും. കാരണം 1 കിലോഗ്രാം പൊട്ടാഷിൽ 50 മുതൽ 60% വരെയാണ് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അതേസമയം 1 കിലോഗ്രാം വെണ്ണീർ അല്ലെങ്കിൽ ചാരത്തിൽ 3% മുതൽ 4% വരെ മാത്രമേ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളൂ. അപ്പം ഒരു തെങ്ങിന് 2 കിലോഗ്രാം പൊട്ടാഷ് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഏകദേശം 150 കിലോഗ്രാമോളം ചാരം കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പം പെട്ടെന്ന് നമ്മളുടെ ഒരു ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ നമുക്ക് രാസവളങ്ങളെ തന്നെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെയാണ് ഫോസ്ഫറസിൻ്റെ കാര്യം. നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്, പക്ഷേ അവൈലബിൾ രൂപത്തിൽ, അതായത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഫോസ്ഫറസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിലുണ്ടെങ്കിലും, നമ്മളിപ്പോൾ പറയില്ലേ കടലിലെത്തിക്കഴിഞ്ഞാൽ വെള്ളം സർവ്വത്ര തുള്ളി കുടിപ്പാനില്ലത്രയെന്ന് പറഞ്ഞ പോലെ ഫോസ്ഫറസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ചെടികൾക്ക് വലിച്ചെടുക്കേണ്ട രൂപത്തിലുള്ള ഫോസ്ഫറസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഫോസ്ഫറസ് വളങ്ങളും നമ്മൾ ചേർക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ 2 വളങ്ങളും നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാസവളങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ചെടികൾക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വളപ്രയോഗമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പം ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 കിലോഗ്രാം വരെ രാജ്ഫോസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൊട്ടാഷും 2 കിലോഗ്രാം വരെ ഉപയോഗിക്കാം. ഇത് രണ്ടും നമുക്ക് മിക്സ് ചെയ്തിട്ട് തെങ്ങിന് ചേർത്ത് കൊടുക്കാം. തെങ്ങിനൊരു ആരോഗ്യക്കുറവ് അല്ലെങ്കിൽ വളർച്ചക്കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂറിയ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. 1.5 കിലോഗ്രാം യൂറിയയും കൂടി മിക്സ് ചെയ്യാം. 1.5 കിലോഗ്രാം യൂറിയയും 2 കിലോഗ്രാം രാജ്ഫോസും 2 കിലോഗ്രാം പൊട്ടാഷും വാങ്ങിക്കുന്ന ചിലവിനേക്കാളും കൂടുതലാണ് ഇത്രയും മൂലകങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ കോംപ്ലക്സോ അല്ലെങ്കിൽ മിക്സ്ചറോ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മിക്സായിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്താ അറിയോ, ഒന്നുകിൽ പൂഴിയായിരിക്കും അല്ലെങ്കിൽ മണ്ണായിരിക്കും. അപ്പോൾ ചിലവ് കുറക്കാനും ചെടികൾക്ക് കൂടുതൽ പ്രയോജനപ്രദവുമായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്.